പതിറ്റാണ്ട് പിന്നിട്ടും നിലമ്പൂർ ബൈപ്പാസ് എന്ന നിലമ്പൂരുകാരുടെ ആവശ്യം നടപ്പിലായിട്ടില്ല. ഇതോടെ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബൈപ്പാസ് കൂട്ടായ്മ നിർണായക ശക്തിയായേക്കും. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് കൂട്ടായ്മ ഒരുങ്ങുന്നത്. 35 വർഷത്തെ പഴക്കമുണ്ട് നിലമ്പൂർ ബൈപ്പാസ് എന്ന സ്വപ്നത്തിന്. സർക്കാരും MLA-മാരും മാറി മാറി വന്നിട്ടും ബൈപ്പാസ് സ്വപ്നമായി തന്നെ ബാക്കിയാകുകയാണ്. നിലമ്പൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ ബൈപ്പാസ് നിർമ്മാണം അനിവാര്യമാണ്. ജ്യോതിപടി മുതൽ മുക്കട്ട വരെയാണ് നിലമ്പൂർ ബൈപ്പാസിന്റെ ആദ്യഘട്ട നിർമ്മാണം നിർദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ മുക്കട്ട മുതൽ വെളിയംതോട് വരെയാണ് റോഡ് നിർമ്മിക്കുക. പദ്ധതിക്കായി നിലമ്പൂർ താലൂക്കിലെ 10.69 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. നിലമ്പൂർ വില്ലേജിലാണ് പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഭൂരിഭാഗവും കിടക്കുന്നത്. 1998 വിജ്ഞാപനമിറങ്ങിയ ഈ പദ്ധതി ദീർഘകാലമായി നടപ്പാകാതെ കിടക്കുകയാണ്. എന്നാൽ പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയ 157 കുടുംബങ്ങൾക്ക് ഇതുവരെ മതിയായ നഷ്ടപരിഹാരം ലഭിക്കാത്തത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇതിൽ നിരവധി കുടുംബങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാവുകയും വീടുകൾ പോലും അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ഭരണം മാറി മാറി വരും, ഞങ്ങൾ ജയിക്കും, അപ്പോൾ വീണ്ടും മാറി മറ്റൊരു ജയിക്കുമ്പോൾ ഞങ്ങൾ ജയിക്കും, അങ്ങനെ മാറി മാറി വരുന്നവരൊക്കെ ഇത് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയാണ്. എവിടെ ചെന്നാലും നല്ല വർത്താനം പറയാൻ ഞങ്ങൾ ഒപ്പം ഉണ്ട് പറയാന്നല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെ ക്യാഷായിട്ട് ഞങ്ങളെ കയ്യിലോ അക്കൗണ്ടിലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ജ്യോതിപടി മുതൽ വെളിയംതോട് വരെയുള്ള ബൈപ്പാസ് നിർമ്മാണത്തിൽ ഒരു ഭാഗത്തെ കുടുംബങ്ങൾക്ക് മാത്രമാണ് നഷ്ടപരിഹാരം ലഭിച്ചത്. ശേഷിക്കുന്നവർക്ക് നീണ്ടകാലമായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബൈപ്പാസ് വിഷയം ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറുമെന്നത് ഉറപ്പാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങളുടെ പരിഭവം അതിൽ വെളിപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തെല്ലാം നിർബന്ധം വന്നാലും ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാതെ ആ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ജയിക്കോ തോക്കോ എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങളുടെ പരിഭവം മറ്റുള്ളവരെ അറിയിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മയുടെ രാഷ്ട്രീയ നിലപാട് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ബൈപ്പാസ് വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതുപോലെ നിർണായകമാണ് ബൈപ്പാസ് കൂട്ടായ്മയുടെ നിലപാടും. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.